കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 സൗത്ത് ആഫ്രിക്കൻ യുവതികളാണ് പിടിയിലായത്. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാംബ ഫെൻഡ, ആബിഗേൽ അഡോണിയസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 37.87 കിലോഗ്രാം MDMA-യും പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരും. യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് MDMA എത്തിച്ചത്. 2 ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഇവരിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. Original name is Olipo Evans. ಈ ಇಬ್ಬರು ಲೇಡೀಸ್ ಸಾಕಷ್ಟು ಸತಿ ಬೆಂಗಳೂರು ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮದು ಪ್ರಿಲಿಮಿನರಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು 37 ಟೈಮ್ಸ್ ಅವರು ಬೆಂಗಳೂರು ಬಂದಿದ್ದಾರೆ ಮತ್ತು 22 ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ. ಸೊ ಒಟ್ಟಾರೆ 1 ವರ್ಷದಲ್ಲಿ 59 ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಟ್ರಿಪ್ಸ್ ಮಾಡಿದ್ದಾರೆ. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ 2020-ലും മറ്റൊരാൾ 2016-ലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ്. ഒരു വർഷത്തിനിടെ മാത്രം 37 തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു.